എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തടിയുള്ളവരുമായി ലൈംഗിക വീഴ്ച ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണോ? എങ്കിൽ നിങ്ങൾ അമിതമായി തടിയുള്ളവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ നല്ല മെലിഞ്ഞവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ തടിച്ചവരാണോ? അല്ലെങ്കിൽ കറുത്തവരാണോ? അതെ, നിങ്ങളിലെ ചെറിയ ചെറിയ കുറവുകൾ കൊണ്ട് നിങ്ങൾ നാണിക്കുന്നവരാണോ? നിങ്ങളുടെ പങ്കാളിയുടെ മുൻപിൽ നിങ്ങളുടെ കുറവുകൾ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ മടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ലൈറ്റ് ഓഫാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതെ, തടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ തടി കൂടുതൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാരണം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പിന്നീട് ലൈംഗിക ബന്ധത്തിനോട് തന്നെ മടുപ്പ് തോന്നാനും പെട്ടെന്ന് തന്നെ ശാരീരിക ക്ഷീണം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. തടിയുള്ളവർക്ക് അവരുടെ ശരീരത്തിൽ എനർജി നല്ല കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ക്ഷീണം തോന്നും. അതുപോലെ തന്നെ ഒരു ലൈംഗിക ബന്ധത്തോടു കൂടി തന്നെ അവർ കൂടുതൽ ക്ഷീണിതനായി അനുഭവപ്പെട്ടു. മാത്രമല്ല, പങ്കാളികൾ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പൊസിഷനുകൾ പരീക്ഷിക്കുവാനും ഈ കൂട്ടർക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തടിയുള്ളവർ തടി കുറച്ച് മെയിൻറ്റെയിനായി നിലനിർത്തുക. ഇനി തടിയുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ കിടപ്പറ നിമിഷങ്ങളിൽ നാണിക്കേണ്ട കാര്യമില്ല. നാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രതിമൂർച്ച സംഭവിക്കുകയോ മാത്രവുമല്ല നിങ്ങൾക്ക് കിടപ്പറ ആസ്വദിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലജ്ജ പൂർണ്ണമായും മാറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളി തടിയുണ്ടെങ്കിൽ ഒരിക്കലും പങ്കാളി തൻ്റെ പങ്കാളിയെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ അതുപോലെ തന്നെ കളിയാക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് ഫീലാക്കുന്നവയായിരിക്കും. കാരണം അവരുടെ കുറവുകൾ കൊണ്ട് ചിലപ്പോൾ ദുഃഖിതനായിരിക്കാം. തൻ്റെ പങ്കാളിയിൽ നിന്നുകൂടി കേൾക്കുമ്പോൾ കൂടുതൽ ദുഃഖിതരാകും. അപ്പോൾ ഇത്തരം കാരണം നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കാരണം ലൈംഗിക ഹോർമോൺ കൂടുതലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബ്രെയിനിൽ നിന്നാണ്. അതെ, നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നോവിക്കുകയോ അതുപോലെ അവർ ദുഃഖിതരായി കാണപ്പെടുകയോ ചെയ്യുമ്പോൾ ബ്രെയിനിൽ നിന്ന് തന്നെ നിങ്ങളോടുള്ള ലൈംഗിക അടുപ്പം അവർക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. അതിനാൽ നിങ്ങളുടെ പങ്കാളിയെ കൂടെ നിന്ന് നിങ്ങൾക്ക് അവരുടെ വെയിറ്റ് ലോസിനോട് യോജിക്കുകയും അതുപോലെ തന്നെ അതിനായി ടിപ്പിന് നിങ്ങൾക്ക് ക്ഷണിക്കുകയും അവരോടൊപ്പം എന്തിനും നിങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.